എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കബനി എന്ന് വിളിപ്പേരുള്ള നാഗർഹോള ടൈഗർ റിസർവിലേക്കാണ് നമ്മുടെ യാത്ര. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മുടെ കബനിയുടെ ഫസ്റ്റ് എൻട്രൻസ് വരുന്നത്. ഇതാണ് നമ്മുടെ ഓഫീസും നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ വരുന്നത്. നമ്മൾ ഏകദേശം ഒരു 6 മണിക്ക് തന്നെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വെഹിക്കിളിലാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ നിതിൻ ചേട്ടനുണ്ട്, ജോണുണ്ട്, ഷഹനാസ് ഉണ്ട്, ഞാനുണ്ട്. അപ്പോൾ മൊത്തം 4 പേരാണ് നമ്മുടെ ട്രിപ്പിലുള്ളത്. ബാക്കിയുള്ളവരെല്ലാം വേറെ സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. നമ്മുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി നേരെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വരുന്നത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് വരുന്നത്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ 1-2 കാര്യങ്ങളുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കഴിവതും നമ്മൾ വർക്കിംഗ് ഡേയ്സ് വരിക, അതായത് മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങളാണെങ്കിൽ പെർ ഹെഡ് വരുന്നത് 600 രൂപയാണ് ടിക്കറ്റ് ഫീ വരുന്നത്. അതിൽ നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂറോളം ജംഗിൾ സഫാരി ടൈം കിട്ടും. അപ്പോൾ ഷഹനാസ് നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഒരു ചെങ്കീരിയുടെ, അതായത് മലയാളത്തിൽ ചെങ്കീരി എന്നാണ് പറയുന്നത്, അതിൻ്റെ ഒരു വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം വന്നിട്ട് സ്ട്രൈപ്പ് നെക്ക്ഡ് മംഗൂസ് ആണ്. അതായത് കീരികളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു വിഭാഗമാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നല്ലൊരു സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സാറ്റർഡേ സൺഡേ ഉള്ള ദിവസങ്ങളിലും പബ്ലിക് ഹോളിഡേയ്സിലും ഇവിടെ വരുന്ന ടിക്കറ്റ് ഫീസ് വരുന്നത് 430 രൂപയാണ്. പക്ഷേ നമ്മുടെ ജംഗിൾ സഫാരി ടൈം 1.5 മണിക്കൂറായിട്ട് കുറയും. അപ്പോൾ മാക്സിമം എല്ലാവരും വർക്കിംഗ് ഡേയ്സ് വരാൻ ശ്രമിക്കുക. മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് അത്യാവശ്യം കാടിന് നല്ല പച്ചപ്പുണ്ട്. അതുപോലെ തന്നെ കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ചകളുമുണ്ട്. ഒരു കൂട്ടം മാനുകൾ ഓടിപ്പോകുന്നത് കാണാം. ഇവിടെ നമുക്ക് ടിക്കറ്റ് 50% ഓൺലൈനായിട്ടും ബാക്കി 50 നമുക്ക് ഓഫ്ലൈനായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. സാറ്റർഡേ സൺഡേ ടിക്കറ്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്ക് നല്ലൊരു മനോഹരമായ ഒരു വിഷ്വലാണ് കിട്ടിയത്. മീറ്റിംഗ് ടൈം ആയതുകൊണ്ട് മയില് പീലി വിടർത്തി അതിൻ്റെ ഇണയെ ആകർഷിക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയും കൂടി നമുക്ക് കിട്ടിയായിരുന്നു. നമ്മൾ പോകുന്ന വഴി ഇതുപോലത്തെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും ഈ വിഷ്വൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്ത് ഭംഗിയെന്ന് നോക്കി അതിൻ്റെ ഒരു വിഷ്വൽ കാണാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴി നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് മാൻകൂട്ടത്തിനെ കാണാം. കാരണം ഈ ഒരു കാടിനെ ഇത്ര ഭംഗിയായിട്ട് നിലനിർത്താൻ ഏറ്റവും സഹായിക്കുന്നത് ഈ മാൻകൂട്ടങ്ങളാണ്. ഈ മരങ്ങളിൽ നിന്നും വീഴുന്ന ഈ ഇലകളും അതുപോലെ തന്നെ വളർന്നു വരുന്ന പുല്ലുകളൊക്കെ തിന്നിട്ട് ഈ കാടിൻ്റെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഇത്രയും ഭംഗിയായിട്ട് നിലനിർത്തുന്നത് ഈ മാൻകൂട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ മാൻകൂട്ടത്തെയൊക്കെ കണ്ട് മുന്നോട്ട് പോകുന്ന വഴി നമുക്ക് വേറൊരാളെ കൂടി കിട്ടിയായിരുന്നു. ഇന്ത്യൻ റോളർ എന്ന് പറയുന്ന ഒരു ബേഡാണ്. കർണാടകയുടെ ഒരു സ്റ്റേറ്റ് ബേഡും കൂടിയാണിത്. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു മനോഹരമായൊരു വിഷ്വൽസ് കിട്ടിയായിരുന്നു. നമ്മൾ ഈ വിഷ്വൽ കാണുന്ന ഈ ബേഡിന് മേൽച്ചുണ്ടില്ല. കാരണം നമ്മളത് വിഷ്വൽ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കൃത്യമായിട്ട് കണ്ടത്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ചേട്ടാ ഈഗിൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഒരു ചുട്ടിപ്പരുന്നിൻ്റെ ഒരു വിഷ്വലാണ്. ആൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല. പാമ്പ്, അതുപോലെ തന്നെ കോഴി, ചെറിയ ബേഡ്സ്, ഓന്ത്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും തിന്നുന്നതുകൊണ്ട് ആശാൻ അത്യാവശ്യം ഈ കാട്ടിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോയി. കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു ആനയുടെ ഒരു കൂട്ടത്തിനെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രൈവറിനോട് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ചേട്ടൻ വണ്ടി കുറച്ച് പുറകിലേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് ലോങ് സൈറ്റ് ചെയ്യുന്ന നല്ലൊരു ടസ്കറിൻ്റെ ഒരു വിഷ്വൽ കിട്ടിയായിരുന്നു. കാരണം നല്ല കൊമ്പോടുകൂടിയ നല്ലൊരു മനോഹരമായൊരു കൊമ്പനാനയാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും നമ്മൾ ആനകളുടെയൊക്കെ മനോഹരമായ വിഷ്വൽസ് എടുത്തിട്ട് വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന കാട് ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ കടുവാ സങ്കേതത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കബനിയാണ്. എന്തായാലും നമുക്ക് ഇതുവരെ വലിയ ബിഗ് കാറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ പുള്ളിപ്പുലിയുടെ ഒന്നും വിഷ്വൽസ് കിട്ടിയിട്ടില്ല. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോങ്ങിൽ ഒരു ചെറിയൊരു ജിപ്സ് നിർത്തിയേക്കണ കാണാം. എന്തായാലും നമുക്ക് എന്താ കാര്യം എന്ന് നോക്കാം.
അങ്ങനെ കടുവേനെയൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ തിരിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു മൂമെൻറ്റ്സ് ആയിരുന്നു. കാരണം ഒരു ലെങ്കൂറിൻ്റെ വിഷ്വൽസ് ആയിരുന്നു. കാരണം ഒരു ചെറിയ കൈക്കുഞ്ഞും അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള ഒരാളെയും കൂടിയാണ് നമുക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കുസൃതിയായിരുന്ന ആൾ. നമ്മൾ ഇതിനെ ലെങ്കൂർ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ ഇതിനെ ഹനുമാൻ കുരങ്ങെന്നും അറിയപ്പെടും. എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് നമ്മുടെ കബനി ഫോറസ്റ്റ്. കാരണം കബനിയിൽ വരുന്ന ഒരാൾക്ക് പോലും സൈറ്റിംഗ് കിട്ടാതെ പോകുന്നത് വളരെ റെയറായിട്ടാണ്. എന്തായാലും നമുക്കും ഒരുപാട് മനോഹരമായ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. യാത്ര അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴി നമുക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടൈഗറിൻ്റെ പഗ് മാർക്ക് കിട്ടിയായിരുന്നു. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ടൈഗറിൻ്റെ പഗ് മാർക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു റൂട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പഗ് മാർക്ക് നോക്കിയിട്ട് അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും ഫൈനലി നമുക്ക് നമ്മുടെ ടൈഗറിൻ്റെ ഒരു നല്ലൊരു കിട്ടില്ല സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ആൾ നല്ല ഉറക്കത്തിലാണ്. എന്തായാലും നമ്മളൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടും ആൾ എണീക്കണ ലക്ഷണമൊന്നും കണ്ടില്ല. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് പോയി. കാരണം നമ്മുടെ ടൈം പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ മുന്നോട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും നമ്മളിപ്പോൾ പോയ ഭാഗത്ത് നിന്ന് അടുത്ത സൈഡിലേക്ക് നമ്മൾ കാട്ടിലേക്ക് മൂവ്മെൻറ്റ് നടത്തിയായിരുന്നു. നമ്മൾ റോഡിൽ വന്നിട്ടാണ്. ഇത് നമ്മുടെ മെയിൻ റോഡാണിത്. നമുക്ക് അവിടെ നിന്ന് വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് എടുത്തിട്ട് വീണ്ടും നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കയറുകയാണ്. എന്തായാലും അവിടെയും ബിഗ് ക്യാറ്റ്സിന് കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ടൈഗറിൻ്റെ ഒരു മനോഹരമായ വിഷ്വൽസ് കിട്ടിയായിരുന്നു. ഇനി നമുക്ക് വീണ്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് പോവാം. എന്തായാലും മറ്റു കാടുകളെ അപേക്ഷിച്ച് ഈ ഒരു കബനിയിലെ കാടിന് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ്, നമുക്കിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലോങ്ങിൽ തന്നെയാണെങ്കിൽ പോലും ആനിമൽസിനെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതിനാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ്. കാരണം വലിയ കാടിൻ്റെ മറകളോ അങ്ങനെയൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല വിസിബിളായിട്ട് തന്നെ നമുക്ക് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റാവുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ എന്തായാലും ഉള്ളത്. അത് ഭയങ്കര പ്ലസ് പോയിൻ്റ് തന്നെയാണ്. അങ്ങനെ നമുക്ക് നല്ലൊരു പരുന്തിൻ്റെ ഒരു മനോഹരമായൊരു വിഷ്വൽസ് കിട്ടിയായിരുന്നു. ആൾ വെള്ളത്തിലിറങ്ങി നിന്നിട്ട് അത്യാവശ്യം മേലൊക്കെ കഴുകുന്ന ഒരു മനോഹരമായൊരു വിഷ്വലാണ് കിട്ടിയത്. നമ്മുടെ ഈ സഫാരിയിൽ നമുക്ക് കൂടുതലും സൈറ്റിംഗ് കാണിച്ചു തന്നിരിക്കുന്നത് നമ്മുടെ ഷഹനാസാണ്. ഷഹനാസ് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് കമൻസും കൂടി ആയിട്ട് അയക്കുക. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ കയറി കാണുക. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമ്മൾ യാത്ര വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. എന്തായാലും നിങ്ങളും ഇവിടെയൊക്കെ ഫാമിലിയായിട്ട് വരാൻ ശ്രമിക്കുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ കാട് നമുക്ക് കാഴ്ചവെക്കുന്നത്. ഒരുപാട് മൃഗങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ കാഴ്ചകളും നമുക്കിവിടെ ഉണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, ഫൈനലി നമുക്കൊരു കൊമ്പൻ ആനയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു വിഷ്വൽസ് കിട്ടി. കാരണം എന്നാ രസം നോക്കിയാലുള്ള ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. നമ്മുടെ വണ്ടിയിൽ നിന്നും ഏകദേശം ഒരു 20 മീറ്റർ ഡിസ്റ്റൻസേ ആകെ ഉള്ളൂ ഈ ആനയും നമ്മളായിട്ട്. എന്തായാലും ആൾക്കൊട്ടും ഭയവും കാര്യങ്ങളൊന്നുമില്ല. വളരെ റിലാക്സ് ആയിട്ട് നല്ല ഗാംഭീര്യത്തോടുകൂടി ആളുടെ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടി. എന്തായാലും വളരെ മനോഹരമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ
എന്തായാലും നല്ല സ്റ്റൈലിനൊരു കാഴ്ചയും കൂടിയായിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും നമ്മുടെ വീഡിയോസ് ഒരു 3 മണിക്കൂറത്തെ വീഡിയോസ് നമുക്കിത് ഫുള്ളായിട്ടൊരു വിഷ്വലൈസ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 അവറോളം ടൈം വരും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഭാഗം വൈൻഡപ്പ് ചെയ്യുകയാണ്, കാരണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരും. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള വിഷ്വൽസും കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.